ഹലോ ഡിയേഴ്സ്, ടാരോ ട്യൂണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷം കാണുവാൻ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളോട് അസൂയുള്ള ഒരു സ്ത്രീയുണ്ട്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ട് അവരുടെ അസൂയയുടെ ലെവല് എത്രമാത്രം എത്തിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു കളക്റ്റീവ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം ഇത് എടുക്കുക, അല്ലാത്തവർ ഇത് വിട്ടുകളയുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, കാമായിരിക്കുക. 3 തവണ ഡീപ്പ് ബ്രീത്ത് എടുത്ത് വളരെ കാമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ്, ചാരിയോട്ട്, പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്. അപ്പം നമുക്ക് ഇത്രയും കാർഡ്സ് ആണെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലേഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക്ക്, അതുപോലെ കൂടോത്രം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്നും വിശ്വസിക്കാറില്ല. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായാൽ പോലും നിങ്ങളത് വിശ്വസിക്കാറില്ല. ചിലർ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനത്തെ ബ്ലാക്ക് മാജിക്കും അങ്ങനെ ഉള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല എന്നായിരിക്കും അവരുടെ ഒരു തോട്ട്സൊക്കെ. എന്നാൽ ശരിക്കും റിയാലിറ്റി അങ്ങനെയല്ല. കാര്യങ്ങളെല്ലാം ഒരിക്കൽ മാറി മറിയും. അപ്പം നിങ്ങൾക്ക് ദുഃഖവും ടെൻഷനും അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആ സ്ത്രീ ഇപ്പോൾ അവരുടെ കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡ്രാമ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. നമുക്ക് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ്. അവരിപ്പോൾ അവരുടെ ചുറ്റും പ്രോബ്ലംസ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അവരിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ചുറ്റപ്പെട്ട് ആകെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്കും കാണാൻ കഴിയും. അവർക്കിപ്പോൾ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒന്നും തന്നെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതെല്ലാം തന്നെ നെഗറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒന്നും തന്നെ അവരുടെ ലൈഫിൽ നമുക്ക് കാണാനേ കഴിയുന്നില്ല. അപ്പോൾ ആ സ്ത്രീ വിശ്വസിച്ചവരൊക്കെയും തന്നെ അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതവരുടെ കർമ്മയാണ്. കർമ്മ അവർ തിരിച്ചടിക്കുകയാണ്. അവർ നിങ്ങളെ ചതിച്ചു, അതേപോലെ തന്നെ നിങ്ങളെ ഓരോ പ്രോബ്ലംസിൽ അവർ കൊണ്ടെത്തിച്ചു. അപ്പോൾ എന്താ, അവർക്കിപ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നാണോ അവരിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? അപ്പോൾ അവർ കരുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് മാക്സിമം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അതുകൊണ്ട് സന്തോഷിക്കുക എന്നാണ് അവർ കരുതിയത്. പക്ഷേ അവരാദ്യം നിങ്ങളെ ഓരോ ട്രാപ്പിൽ പെടുത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, സങ്കടപ്പെടുത്തി, ലൈഫിൽ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യിക്കാൻ നോക്കി. ഇപ്പോൾ അവർക്കും ആ സെയിം സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത്, മണി, റിലേഷൻഷിപ്പ്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായോ അതെല്ലാം ഇപ്പോൾ അവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വന്നതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ലൈഫിലും അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. എങ്കിൽ പോലും അവരിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കാൻ അവർ മറക്കുന്നില്ല. അവർ മരിച്ചാലും വേണ്ടില്ല, നിങ്ങൾ സന്തോഷിക്കരുത് എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സ്ത്രീക്കുള്ളത്. നിങ്ങൾക്ക് ഈ സ്ത്രീ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ റിലേഷൻ മോശമാകുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഒരു സെപ്പറേഷൻ ആക്കുന്ന തരത്തിലോ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ സന്തോഷിക്കരുത്. അത് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ.
നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമാണ്. അതിനുള്ള റീസൺസ് അവർ തന്നെ ഉണ്ടാക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനാണ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നത്. അതായത് അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുവാൻ പാടില്ല. അതാണ് അവരുടെ ആവശ്യം. എന്തൊക്കെ സംഭവിച്ചാലും, ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങൾ തമ്മിലുള്ള റിലേഷന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അവർക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. കണ്ണിൽ എണ്ണ ഒഴിച്ച് അവരതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളോട് ആരും മിണ്ടുന്നതോ നിങ്ങളെക്കുറിച്ച് ആരും ഒരു നല്ല വാക്ക് പറയുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതുപോലെയാണ് അവർ അഭിനയിക്കുന്നത്. ഈ സ്ത്രീ നിങ്ങളുടെ റിലേഷൻ മോശമാക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അത്രയധികം നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കുവാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആകുവാനും നിങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതാണ്.